Usman, कहाँ है तू? I'll be there in 5 minutes. Joe Joseph Tirutanathil. हमें इस आदमी को ढूंढना होगा। जिस पेंटिंग का हमें तलाश है वो इसके पास है। ये साला हमारा भी बाप निकला। इसने लामास को धोखा दिया और शिमला में जाके पेंटिंग को चुरा लिया। साला उनका ट्रैवल एजेंट बना हुआ था। मैंने पता किया, इसका घर वायनाड में है। तो फिर हमें वायनाड निकलना चाहिए। लेट्स गो सर। चीप एंड बेस्ट होटल सर, चीप एंड बेस्ट, ഓൾ സർവീസസ്, വെരി ഗുഡ് മസാജ്, കേരള ഒഴിച്ചിൽ തടവ് മസാജ്. പീറ്റർ, ഇയാളെ ഒന്ന് പറഞ്ഞുവിട്. ഇതെന്താ മലയാളീസിന്റെ ലോറി മറിഞ്ഞു? ഇന്ന് മൊത്തം നമ്മുടെ ടീംസ് ആണല്ലോ സാർ. കോളനിക്കകത്ത് നല്ല 5 സ്റ്റാർ ഹോട്ടലുണ്ട്. സാറിനെ കണ്ടിട്ടൊരു 5 സ്റ്റാർ ലുക്കും ഉണ്ട്. നിങ്ങൾക്ക് വെളിയിലൊരു കച്ചറ ലോഡ്ജ് അറേഞ്ച് ചെയ്ത് തരാം. ഒന്നും വേണ്ട, ഇയാളൊന്ന് പോയേ. അങ്ങനെ പറയല്ലേ സാറേ. क्या बोल रहे साला? സാറേ ए चल चल यहाँ से चल। बोला ना तेरे को, चल फुक यहाँ से, चल निकल। ഈ ഫോട്ടോയിൽ കാണുന്ന സാറിന്റെ ഫ്രണ്ട്സ് ആണോ സാറേ? സാർ അറിയോ ഇയാളെ? അറിയുമെന്നോ? അതെന്നാ ചോദ്യമോ സാറേ? ഞാനല്ല എല്ലാ സെറ്റപ്പും ഇവർക്ക് ഇവിടെ ചെയ്തു കൊടുത്തു. ഇവർക്കോ? ഇവരൊരു വലിയ ഗ്രൂപ്പല്ലേ. ഇന്ന് വന്ന് ലാൻഡ് ചെയ്ത് തന്നെ ഈ മൊയ്തീൻ്റെ ഈ കയ്യിലോട്ടാ. എന്താ സാറേ പ്രശ്നം? ഈ സാറ് വല്ല കുഴപ്പക്കാരനോ മറ്റാണോ? പറയാം, താൻ ഇവനെ ഒന്ന് കാണിച്ചതാ. ചുമ്മാ അങ്ങ് കാണിച്ചു തരാൻ പറ്റുമോ സാറേ? അതിനൊക്കെ കുറച്ച് നടപടിക്രമങ്ങളില്ലേ? ഒക്കെ ശരിയാക്കാം മൊയ്തീനെ, താനൊന്ന് സഹകരിക്കേ. ഓക്കെ, സഹകരിക്കാം. നിങ്ങളെ ഇപ്പോഴാ ബ്രാക്ക് ഔട്ടിക്കും. ഹലോ, തുറക്ക്. സ്ഥലം എത്തിയോ? നോക്ക് നോക്ക് നോക്ക്. നാട്ടുകാരും ഇല്ലല്ലോ ഇതൊന്ന് വെട്ടിപ്പൊളിക്കാൻ. വെട്ടിപ്പൊളിക്കാൻ ഇതെന്താ ചക്ക? ഇതെന്ത് തുറക്കൂലേ? ചില സമയത്ത് അത് അങ്ങനെയാ. അതേത് സമയം? നമുക്ക് എപ്പോഴും നല്ല സമയം. എന്റെ പെങ്ങളെ എൽഡി ചെയ്ത് വെച്ചേക്കാണ്. ഒന്ന് തള്ളണ്ട. എന്താടാ കാട്ടുപന്നിയുടെ മൂട്? ഈ വണ്ടി തന്നെ പ്രസിഡന്റ് കയറിയത്. എന്താ എത്ര സംശയം? അദ്ദേഹം ഉറങ്ങിക്കിടന്നപ്പോഴെങ്ങാനും എടുത്ത് കയറ്റിയതായിരിക്കും. ഒന്ന് നോക്കി വീഴൂ സൽമാൻ. ഇതൊന്ന് തുറന്നു തന്നെ. ഇതൊന്നും ബീന്നില്ല വരെ തുറക്കാനും പറ്റുന്നില്ല. മെല്ലനൊന്ന് തട്ടിയാ മതി. ചവിട്ടല്ലേ? അയ്യോ, കമ്പനിന്ന് ഇപ്പൊ ഇറക്കിയ കാറില്ലേ, ചവിട്ടിയാ തേഞ്ഞു. ബോഡി ഒന്ന് ബെൻഡ് ചെയ്ത്, ബാക്ക് ബോൺ ട്വിസ്റ്റ് ചെയ്ത്, ഹെഡ് മസ്റ്റ് ബി സ്ട്രെയിറ്റ് ആൻഡ് ഇതെന്താ ഊഞ്ഞാല്? അങ്ങോട്ടല്ല, എങ്ങോട്ടാണെന്നുള്ള പറ. ഇതെന്താ തടി ഇറക്കണ? ഇതൊക്കെ എനിക്ക് ഇനി ആവശ്യമുള്ള. ഇവനെയൊക്കെ വല്ല ലോറിയിൽ കൊണ്ടുവന്നാ പോരെ. അടയ്ക്കരുത്, തിരിച്ചു പോവാനുള്ളതാ. ഡോറ് തുറന്ന് തന്നെ കിടക്കട്ടെ. മൂട് ആകെ കേട്ടില്ലാത്തൊരു ഭാഗമായിരുന്നു, അതും അടയ്ക്കരുത് മക്കളെ. ഇതാരുടെ ഭാര്യയല്ലേ? ഇവിടെ കിടക്ക. എന്താ എന്താ ഈ നേരത്ത്? ഞാൻ അവൾ പോയല്ലോ. അവൾ ഒരു കള്ളിയാ. ഫോൺ നമ്പർ പറ്റോ? ഫോൺ നമ്പർ എന്നും പറഞ്ഞ് എത്ര നമ്പർ വേണമെങ്കിലും തരാം, പക്ഷെ ഒന്നിലും അവളെ കിട്ടത്തില്ല എന്ന് ഉറപ്പാ.
എന്നോട് ചെയ്ത തെറ്റ്, ആ ബാഗിനുള്ളിൽ കണ്ട നോട്ടുകെട്ടുകളോട് തോന്നിയ മോഹം, അതാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. ആ കാശുമായി തിരിച്ചെത്തിയ പിറ്റേന്ന് വീണതാണ് ഞാൻ. ഈശ്വരന്റെ ശിക്ഷ. അത് തിരിച്ചു ചോദിക്കാനാണ് സാറ് വന്നതെങ്കിൽ ഇവിടെ ഇപ്പോ അയ്യോ ഞങ്ങൾക്കതൊന്നും വേണ്ട. ആ ബാഗിൽ മറ്റെന്തെങ്കിലും? കുറെ പഴയ പത്രക്കെട്ടുകളും അതിനിടയിൽ ആ കാശും, വേറൊന്നും. ഉള്ള പ്രതീക്ഷയും പോയി. എന്റെ ജീവിതം നശിപ്പിച്ച ആ ബാഗ് ഇവള് പിന്നീട് എപ്പോഴോ കത്തിച്ചു കളയുകയും ചെയ്തു. പിന്നെ അതിനകത്ത് പഴയ ഒരു ടിബറ്റൻ കമ്പിളി ഉണ്ടായിരുന്നു. മൈസൂരിൽ നിന്ന് സിദ്ധവൈദ്യൻ്റെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന നമ്മുടെ കഞ്ചാവ് മൊയ്തീന് കാശ് കൊടുക്കാൻ പറ്റാഞ്ഞപ്പോൾ അവൻ അത് എടുത്തോണ്ട് പോയി. പിന്നെ അതും ചുറ്റി അവൻ്റെ നടപ്പ്. മൊയ്തീനക്ക എനിക്കറിയാവോ ഇതാണ് അതെന്ന്. കടിക്കരുത്. ശരി സർ, താങ്ക്സ്. തൃപ്തിയായല്ലോ. ഞങ്ങള് പോയിട്ട് അയ്യോ, ബാക്ക്